ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-25 അധ്യയന വർഷത്തേക്കുള്ള LBSൻ്റെ വിവിധ പാരാമെഡിക്കൽ അതേപോലെ തന്നെ BSc നഴ്സിംഗ് കോഴ്സുമായി ബന്ധപ്പെട്ട് തേർഡ് അലോട്ട്മെൻറ്റ് അതേപോലെ തന്നെ കോളേജിലോട്ടുള്ള ജോയിൻ ചെയ്യേണ്ട സമയം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ ഈ അക്കാഡമിക് ഇയറിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരുപാട് വിദ്യാർത്ഥികളാണ് വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അതേപോലെ തന്നെ BSc നഴ്സിംഗിനും അപേക്ഷ കൊടുക്കുകയും നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും വന്നു കഴിഞ്ഞു. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഏറ്റവും അവസാനമായിട്ട് തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു. എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഇതുവരെയും LBSൻ്റെ ഭാഗത്ത് നിന്ന് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും അതേപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഇനി വരാൻ പോകുന്ന തേർഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ഏത് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കോളേജിൽ ഡയറക്റ്റായിട്ട് പോയിട്ട് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിൽ തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ വിദ്യാർത്ഥി നേരത്തെ മനസ്സിലാക്കിയതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റോടുകൂടെ LBSൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അലോട്ട്മെൻറ്റിൽ അതിനുശേഷം ചില കോളേജുകളിൽ സീറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീറ്റ് ഇല്ലാത്ത ചില കോളേജുകളിൽ LBSൻ്റെ ഭാഗത്ത് നിന്ന് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി അതായത് പെയ്ഡ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് സീറ്റ് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും കൃത്യമായിട്ട് പരിഹരിച്ചുകൊണ്ട് മാത്രമാണ് LBSൻ്റെ ഭാഗത്ത് നിന്ന് മൂന്നാമത് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുള്ളൂ. അതായത് നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം ഈ പറയുന്ന അലോട്ട്മെൻറ്റ് ലഭിച്ച ചില വിദ്യാർത്ഥികൾക്ക് സീറ്റ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അത് ഇല്ലാതിരിക്കാൻ വേണ്ടി അവരെയും കൂടി കൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള സീറ്റ് എത്രയാണെന്ന് ഒഴിവുകൾ കൃത്യമായിട്ട് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് കിട്ടി അത് കൃത്യമായി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് LBSൻ്റെ ഭാഗത്ത് നിന്ന് ഫൈനലായിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുള്ളൂ. അപ്പോൾ ഈ തേർഡ് അലോട്ട്മെൻറ്റോടുകൂടെ എല്ലാ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം തൊട്ടടുത്ത ദിവസം തന്നെ LBSൻ്റെ ഭാഗത്ത് നിന്ന് പരമാവധി ഈ വീക്കിൽ തന്നെ ഒന്നുകിൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ LBSൻ്റെ ഭാഗത്ത് നിന്നും തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ നിലവിൽ ഒരുപാട് വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടാതെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ സാധിക്കുന്ന മൂന്നാമത്തെ അലോട്ട്മെൻറ്റാണ് LBSൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഇനി വരാൻ പോകുന്ന തേർഡ് അലോട്ട്മെൻറ്റിലും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളും അടുത്ത സ്റ്റെപ്പിൽ കോളേജിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് അഡ്മിഷൻ എടുക്കുകയാണ് വേണ്ടത്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ എല്ലാ ഡോക്യുമെൻറ്റ്സ് ഉൾപ്പെടെയുള്ള ഫീസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള സമയം പാലിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നേരിട്ട് കോളേജിലോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും ഈ വീക്കിൽ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞ് അത് പരമാവധി ഈ വീക്കിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത വീക്കിൽ തന്നെ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുവാനൊരു അവസരം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഈ പാരാമെഡിക്കൽ അതേപോലെ BSc നഴ്സിംഗ് കോഴ്സിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാധാന്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരുപാട് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ അതായത് മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് പാരാമെഡിക്കലും അതേപോലെ തന്നെ നഴ്സിംഗ് കോഴ്സും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും വളരെ കൃത്യമായ രീതിയിൽ ഒരു കോഴ്സ് പൂർത്തീകരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഇനി കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റും അതിനുശേഷമുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി വിദ്യാർത്ഥികൾ നമ്മുടെ ചാനൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഏകദേശം 1-2 അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇൻഫർമേഷൻ. അതിനുശേഷം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരമാവധി നമ്മുടെ ഈ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.